സാറേ, ഐക്യരാഷ്ട്രസഭയുടെ ചില ഓഫീസുകളിലേക്ക് ഹൂത്തികൾ കടന്നു കയറി അവരെ ബന്ദികളാക്കി അവരുടെ വസ്തുവകൾ ആസ്തികളൊക്കെ പിടിച്ചെടുത്തു, അങ്ങനെയുള്ള വാർത്ത പുറത്തു വരുന്നുണ്ടല്ലോ. അതെ, അതായത് ഈ സന തലസ്ഥാനമായിട്ടുള്ള അതായത് യമനിൽ 2 തരം ഭരണമുണ്ട്. ഒന്ന് ഒരു ഔദ്യോഗിക വിഭാഗം ഭരിക്കുന്നുണ്ട്, ലോകം അംഗീകരിക്കുന്നത്. അതല്ലാതെ ഹൂത്തികളുടെ കയ്യിലാണ് ഈ സന തെക്കൻ മേഖല തലസ്ഥാനം. മറ്റവരുടെ തലസ്ഥാനം ഏഡനാണ്. പണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ തൊഴിലാളികളൊക്കെ പോരുന്ന സ്ഥലമാണ് ഈ ഏഡൻ എന്ന് പറയുന്നത്. അപ്പോ ഈ സനയില് ഇവരുടെ ഹൂത്തികളുടെ ഈ സന തലസ്ഥാനമായിട്ടുള്ള വിമത സംഘമാണല്ലോ ഈ ഹൂത്തികൾ. ലോകത്തൊരുപാട് ഈ സമാധാനം നശിപ്പിക്കുന്ന വിഭാഗം. ഈ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസം ഇസ്രയേല് ആക്രമിച്ച് കൊന്നിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഉള്ള ഒരു റിയാക്ഷൻ, പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഹൂത്തികൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സനയിലെ ഐക്യരാഷ്ട്രസഭ ഓഫീസ് റെയ്ഡ് ചെയ്തു കഴിഞ്ഞ ദിവസം. എന്നിട്ട് ആ ഓഫീസിലുണ്ടായിരുന്ന 11 പേരെ ബന്ദികളാക്കിയിരിക്കുകയാണ്. അതിലൊരാള് മറ്റേ സനയിൽ തന്നെ ആണ് ബന്ദി എവിടെയോ. പക്ഷെ ബാക്കി 10 പേര് പല സ്ഥലങ്ങളിൽ, എവിടെയാണെന്ന് അറിയില്ല, പല സ്ഥലങ്ങളിലാണ് ബന്ദിയാക്കിയിരിക്കുന്നതെന്നാണ് UN വക്താക്കൾ പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഈ UN ഒരു പരിരക്ഷ ഉണ്ടല്ലോ ഐക്യരാഷ്ട്രസഭ എന്നുള്ള നിലയ്ക്ക്, അതിനെവിടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. അതിൻ്റെ ഒരു ലംഘനമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്കും രക്ഷയില്ല, അതിൽ ജോലി ചെയ്യുന്നവർക്കും രക്ഷയില്ല. ഇത് വേൾഡ് ഫുഡ് പ്രോഗ്രാം വക്താവ്, ലോകഭക്ഷ്യ സുരക്ഷാ സംഘടനയുണ്ടല്ലോ ഐക്യരാഷ്ട്രസഭയുടെ, അതിൻ്റെ വക്താവ് അബീർ ലത്തീഫ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഹൂത്തി നിയന്ത്രണത്തിലുള്ള ഈ തലസ്ഥാനത്ത് സനയിൽ അവരുടെ പട്ടാളം വന്നിട്ട് ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു. ഒരു സ്റ്റാഫിനെ നഗരത്തിലാണ് തടവിൽ വെച്ചിരിക്കുന്നത്, മറ്റുള്ളവരെ മറ്റിടങ്ങളിലാണ് തടവിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ലോകാരോഗ്യ സംഘടന പിന്നെ യൂണിസെഫ് ഈ സ്ഥാപനങ്ങളുടെ ഓഫീസുകളും ഈ ഹൂത്തികൾ റെയ്ഡ് ചെയ്തു. അവിടെയുമൊക്കെ കടന്നു കയറി പേടിപ്പിച്ചു. അപ്പോൾ എന്നിട്ട് ഈ ഓഫീസുകളുടെ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്തു. പിന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP യൂണിസെഫ് ഇതിൻ്റെ 2ൻ്റെയും ആണ് ഉദ്യോഗസ്ഥരെയാണ് ബന്ദികളാക്കിയിരിക്കുന്നത്, കാണാതെ വന്നിരിക്കുന്നത്. അപ്പോൾ UN-ൻ്റെ പ്രതിനിധി, ഈ യമനിലെ UN-ൻ്റെ എൻവോയ് പ്രതിനിധി ഹാൻസ് ഗ്രുണ്ടൻബർഗ് പറയുന്നതും സ്ഥിരീകരിച്ചിട്ടുണ്ട് 11 പേരെയാണ് ഹൂത്തികൾ ബന്ദികളാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവരെയൊക്കെ വിട്ടയക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുത്തറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആരും ഐക്യരാഷ്ട്രസഭയുടെ ഒന്നും ജീവനക്കാരെ പിടിച്ചുകൊണ്ട് പോകാറില്ല, നിങ്ങൾ ലക്ഷ്യമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇസ്രയേലും ഐക്യരാഷ്ട്ര സംഘടനയുടെ ആളുകളെയൊക്കെ പുറത്താക്കാറുണ്ട് അല്ലേ, ദേഷ്യം വെക്കാറും ഒക്കെ ഉണ്ട്. കാരണം അവർ ഹമാസിന്റെ ഭാഗം ചേരുകയാണെന്ന് ഇസ്രയേൽ ആരോപിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്രയേലിന്റെ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം സനയിൽ നടന്നിരുന്നു. അപ്പോൾ കുറേ ഹൂത്തി നേതാക്കൾ അവരുടെ നേതാവ് ടെലിവിഷനിൽ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അവരുമൊക്കെ ഇങ്ങനെ മയ്യത്തായി ആക്രമണത്തിൽ. പിന്നെ അവരുടെ പ്രധാനമന്ത്രി, ഹൂത്തികളുടെ പ്രധാനമന്ത്രി ഗാലിബ് അൽ റഹാവിയെ കൊന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പകരം വീട്ടും, ഇനി ഇസ്രയേലിനും ഐക്യരാഷ്ട്രസഭയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ കറുത്ത ദിനങ്ങളാണെന്ന് ഹൂത്തി രാഷ്ട്രീയ സമിതിയുടെ മേധാവി മഹദി അൽ മഷത്ത് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരാക്രമണം നടന്ന് പ്രധാനമന്ത്രിയെ കൊന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഐക്യരാഷ്ട്രസഭ പ്രതിനിധികളെ ബന്ദിയാക്കിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി, ഇവരുടെ ഹൂത്തികളുടെ പ്രതിരോധ മന്ത്രി മുസമ്മദ് അൽ അദീരി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ഗമാനി എന്നിവരെയും
കഴിഞ്ഞ ദിവസം ആ പ്രധാനമന്ത്രിയുടെ കൂടെ കൊന്നിരുന്നു. ഇതേസമയം ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉപരോധം, കാരണം ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇറാനെതിരെ വീണ്ടും ഒരു ഉപരോധം വരാൻ പോകുന്നുണ്ട്. കാരണം 2015 ഈ ഉപരോധം പിൻവലിച്ചതാണ്. 2018 ട്രംപ് ഈ ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉപരോധം ഇറാനെതിരെ വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഇവരെ ഹൂത്തികളെ ഇറക്കിയതാണോ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ പേടിപ്പിക്കാൻ എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹൂത്തികളെ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഇസ്രായേൽ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഹൂത്തികളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പങ്കെടുത്ത് ചടങ്ങിൽ അവർ ആക്രമണം നടത്തിയത്. ഇപ്പം ഈ ഹൂത്തികളുടെ തലവനെ തട്ടുക, ഇതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൂത്തികളെയും പൂർണ്ണമായിട്ടും യമനിൽ നിന്ന് തൂത്തുമാറ്റാൻ തുടച്ചു നീക്കുമോ? അതാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ സിറിയയിൽ തുടച്ചു നീക്കുന്നു. അതെ, ആ ഓപ്പറേഷൻ സക്സസ് ആയി. ഇപ്പോൾ ഹിസ്ബുള്ളയെ കൊണ്ട് ശല്യമില്ല. അവരുടെ നേതാവിനെ കുറെ തവണ ശ്രമിച്ചിട്ട് ഒരു ബങ്കറിൽ നിലവറയിൽ ഹസൻ നസ്രള്ളയെ ശരിയാക്കി. പിന്നെ ഹസൻ നസ്രള്ള ആണെങ്കിൽ മറ്റേ ആളുമായിട്ട് വിവാഹബന്ധം ഉണ്ടായിരുന്ന ആളാണ്. സുലൈമാനി ഇല്ലേ, IRGCയുടെ ഗുഡ്സ് ഫോഴ്സിന്റെ മേധാവിയായിരുന്ന ആള്. സുലൈമാനിയെ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്ക കൊന്നിരുന്നു. അപ്പോ വലിയ ബന്ധം ഇറാനുമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന ആള് ഹസൻ നസ്രള്ള. അതുപോലെ തന്നെ ഹമാസിനെ അത്യാവശ്യം ശരിയാക്കി ഗസയില്. പിന്നെ ലോകത്ത് എല്ലാവർക്കും ശല്യമായിട്ടിരിക്കുന്ന ഒന്നാണ് ഇറാൻ തന്നെ ഫണ്ട് ചെയ്യുന്ന ഹൂത്തികൾ. ചെങ്കടലിലൂടെ എല്ലാ കപ്പലുകൾക്കും നേരെ ആക്രമണം നടത്തുക. നമ്മുടെ യുദ്ധക്കപ്പലുകളും ചെങ്കടലിലുണ്ട്. പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ യുദ്ധക്കപ്പലുകളും ചെങ്കടലിലുണ്ട്. ചെങ്കടലിൽ അമേരിക്കയുടെ വിമാനവാഹിനികളുണ്ട്. ആ വിമാനവാഹിനികളിലേക്കും ഇവരെ ആക്രമണം നടത്താറുണ്ട്, മിസൈൽ ആക്രമണം ഹൂത്തികൾ ഇല്ലേ. മറ്റ് ചെങ്കടലിൽ കൂടി പോകുന്ന ഇസ്രയേലിന്റെ ഉൾപ്പെടെ മറ്റ് എണ്ണ ടാങ്കറുകൾക്കെതിരെയൊക്കെ ആക്രമണം നടത്താറുണ്ട് അവര്. മുൻപ് ഹൂത്തികൾ സ്ഥിരമായിട്ട് സൗദിയിലേക്ക് മിസൈൽ അയക്കുമായിരുന്നു. ആരാംകോവിന്റെ എണ്ണ സംഭരണികളിലേക്കൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു ഹൂത്തികൾ. അവരുടെ സുന്നി നിലപാടുകൾക്കെതിരെയായിരുന്നു. അതെ, കാരണം ഷിയ രാജ്യമാണല്ലോ ഈ ഇറാൻ. അപ്പൊ ഇറാന്റെ ചില്ലറ മേടിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവരുടെ ഉപജീവന മാർഗമാണല്ലോ. അവരാണ് ആയുധവും പണവും എല്ലാം സപ്ലൈ ചെയ്യുന്നത്. കാരണം നിഴൽ യുദ്ധമാണ്. അപ്പൊ അമേരിക്കയുടെ വിമാനവാഹിനികളെ ഒക്കെ ചില സമയത്ത് അമേരിക്കയുടെ ചില വിമാനങ്ങൾ ഈ വിമാനവാഹിനികളിൽ നിന്നും മറിഞ്ഞു വീണു, അത് തകർന്നു പോയി എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. മിക്കവാറും ഇത് ഹൂത്തികളയക്കുന്ന മിസൈൽ ഏറ്റിട്ടൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അതാരും പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അമേരിക്കയുടെ താവളങ്ങളിൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖിലെ താവളങ്ങളുണ്ടല്ലോ അമേരിക്കയ്ക്ക്, ആ താവളങ്ങളിലൊക്കെ ഹൂത്തികൾ ആക്രമിക്കുന്നുണ്ട്. ഈ ഘട്ടത്താണ് നമ്മൾ നിമിഷപ്രിയം കൂടി ഓർക്കണമല്ലോ. അവര് ഈ ഹൂത്തികളുടെ മേഖലയിലാണ് ഒരു ഗോത്ര വർഗത്തിൽ നിന്നുള്ള ഒരു തലാലിനെയാണ് അവര് വിവാഹം ചെയ്തിരുന്നത്, കൂടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ നയതന്ത്ര ബന്ധമൊന്നും ഇന്ത്യക്കില്ല ഹൂത്തികളുമായിട്ട്. അതുകൊണ്ട് ഇന്ത്യ വിചാരിച്ചിട്ട് മോചിപ്പിക്കാൻ പറ്റിയില്ല. അവിടെയാണ് ഈ കാന്തപുരമൊക്കെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞത്. പിന്നെ K. പോൾ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് പാസ്റ്റർ, ആ പാസ്റ്റർ മറ്റേ സാമുവൽ ജെറോം ഉണ്ടല്ലോ വക്കീല്, ആ വക്കീല് മറ്റേ നിമിഷപ്രിയയുടെ അമ്മയൊക്കെ കൊണ്ടുപോയി ശ്രമമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആ സാമുവൽ ജെറോമുമായിട്ട് ബന്ധമുള്ള പാസ്റ്ററായി K. പോൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് മറ്റേ 24-നോ 25-നോ അതൊക്കെ കഴിഞ്ഞില്ലേ, 24-നോ 25-നോ വധശിക്ഷ നടപ്പാക്കും, സുപ്രീം കോടതി ഇടപെടണം, മധ്യസ്ഥതയ്ക്ക് മറ്റേ ഇന്ത്യയെ വിദേശകാര്യ വകുപ്പിനെ ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്നത്. ഈ കാന്തപുരത്തിനെ വിശ്വസിക്കരുത്, മറ്റേ ആക്ഷൻ കൗൺസിലിനെ സുഭാഷ് ചന്ദ്രനെ വിശ്വസിക്കരുത് എന്നൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അവർ തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കവും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ നിമിഷപ്രിയ ഉള്ള സ്ഥലമാണ് ഈ യമൻ.
ഹൂത്തികളുടെ മേഖലയിലുമാണ് അവര്. ആ. അപ്പൊ അവിടെയാണ് ഇപ്പോൾ വേറൊരു ആക്രമണം നടന്നിരിക്കുന്നത്. UN പോലും സ്വതന്ത്രമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഈ യമൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സൗദി അറേബ്യയ്ക്ക് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയായിരുന്നു. ഒപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. അന്ന് അമേരിക്ക താൽക്കാലികമായിട്ടൊരു കരാറൊക്കെ വെച്ചിരുന്നു, ഞങ്ങളുടെ കപ്പലുകളെ ആക്രമണം നടത്തിയിരുന്നു. എന്നിട്ട് കരാർ ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തും, സഹായം തരുന്നത് അമേരിക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അമേരിക്ക ഇസ്രായേലും കൂടി ഒരു ആക്രമണം നടത്തിയാൽ തീർന്നു അല്ലേ? അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പ്രധാനമന്ത്രിയെ കൊല്ലുക എന്നുള്ളത് പ്രതിരോധ മന്ത്രിയൊക്കെ കൊന്നല്ലോ. അതെ അതെ. അപ്പൊ ആ ടോപ്പ് ലീഡർഷിപ്പിനെ ആണല്ലോ. അപ്പൊ രാഷ്ട്രീയ സൈനിക കൃത്യമായ ആക്രമണമാണ്. അതെ, ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു, ഒരുപാട് പേരുള്ള സ്ഥലം. അപ്പൊ അത് ഒരു ലക്ഷ്യമുണ്ട് അതിന്റെ പിന്നിൽ, ഒരു ആസൂത്രണമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഹൂത്തികളെ തുടച്ചു നീക്കുക ഈ ഭൂമുഖത്ത് എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ഹൂത്തികൾക്കും വിവരമുണ്ട്. അപ്പൊ അവരിനിപ്പോ ഈ 11 പേരെ വെച്ചിട്ട് ബന്ദികളെ വെച്ചിട്ട് വിലപേശൽ നടത്തുക എന്നുള്ള ഹമാസിന്റെ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഹൂത്തികൾ പകർത്തിയിരിക്കുന്നത്. എന്തായാലും ഹൂത്തികളുടെ ഒരു അസ്തമയവും കൂടെ കാണാൻ വലിയ താമസമില്ലെന്ന് അർത്ഥം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.